ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരി വർക്കിൻ്റെ ബേസിക് സ്റ്റിച്ചാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആരി വർക്കിൻ്റെ വേറൊരു വേരിയേഷനായിട്ടുള്ള ജർദോസി വെച്ചിട്ടുള്ള ആരി വിത്ത് ജർദോസി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാനാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. ഒരു മാങ്ങ ഷേപ്പിലുള്ള ഒരു പിക്ചറാണ് വരച്ചിരിക്കുന്നത്. കുറച്ച് ജർദോസി നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രെയിം എപ്പോഴും നമ്മൾ ഇങ്ങനെ തിരിച്ചിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഈ ജർദോസി ഇതിൻ്റെ ഉള്ളിലിട്ട് നമുക്ക് വേഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 14.0.5 mm നീഡിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു ത്രെഡ് എടുത്തിട്ടുണ്ട്. ജർദോസി വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ജർദോസി പല കളറിൽ നമ്മൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ജർദോസിയുടെ കളർ തന്നെ ത്രെഡ് ഇടുന്നതായിരിക്കും കൂടുതൽ ഭംഗിയായിട്ടുണ്ടാവുക. പിന്നെ ഇത്തിരി കൂടി വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ വേറൊരു കളറിലുള്ള ത്രെഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കെട്ടിടുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഇതേ നമ്മളിവിടെ കെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കെട്ടിട്ടതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് ഇവിടെ നമ്മളുടെ ലൂപ്പ് എടുക്കാം. ഈ ഒരു ലൂപ്പ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ജർദോസിയെ നമ്മുടെ ഈ ഇതിലോട്ട് കൊളുത്തിയെടുക്കുക. ജർദോസിയെ ഇങ്ങനെ നമ്മുടെ ഇതിലോട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ലൂപ്പിൻ്റെ ഈ അറ്റത്ത് ഇങ്ങനെ കൊളുത്തി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു റിംഗ് ഫിംഗർ കൊണ്ട് ഇതിങ്ങനെ പതിയെ ഇങ്ങനെ താഴ്ത്തി കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ജർദോസി ഈ ലൂപ്പിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കടന്നിട്ടുണ്ടാകും. എന്നിട്ട് നമ്മുടെ ഈ ജർദോസിയുടെ ലെങ്ത് അനുസരിച്ച് നമ്മൾ അവിടെ ഒരു അടുത്ത ലൂപ്പ് എടുക്കുക. അപ്പോൾ ആദ്യത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ആയിരിക്കണം നീഡിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മളൊരു ലൂപ്പ് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജർദോസിയെ നീഡിൽ ഇങ്ങനെ എടുത്ത് അതിനെ നീഡിലിൻ്റെ ഹുക്കിൽ നമ്മുടെ ഈ ത്രെഡിനെ കൊളുത്തിയിട്ട് നമുക്ക് ഈ ജർദോസിയെ ഇങ്ങനെ കടത്തിവിടാം. അത് കഴിയുമ്പോൾ ഇവിടെ ഒരു ലൂപ്പിൻ്റെ ബാക്കി ഉണ്ടാകും. അതിൻ്റെ ഉള്ളിലൂടെ തന്നെ നീഡിൽ ഇങ്ങനെ വെച്ച് ജർദോസിയുടെ ലെങ്ത്ത് എത്രയെന്ന് നോക്കണം. അതിനനുസരിച്ച് നമ്മൾ കുത്തി അടുത്ത ലൂപ്പ് ആദ്യത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കാം. നമ്മൾ എപ്പോഴും ആ അടുത്ത ലൂപ്പ് കുത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ജർദോസിയുടെ കറക്റ്റ് ലെങ്ത്തിലാണോ എന്ന്. അല്ലെങ്കിൽ ജർദോസി ഇങ്ങനെ പൊങ്ങി നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മുടെ ഡ്രസ്സുകളിലൊക്കെ നമ്മൾ ജർദോസി വർക്ക് കണ്ടിട്ടുണ്ടാകും. വളരെ മനോഹരമായിട്ടുള്ള വർക്കുകളാണ് അതൊക്കെ. അപ്പോൾ ജർദോസി കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഏകദേശം അളവുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ ഡ്രസ്സിലൊക്കെ ആയിട്ടില്ലേ. അപ്പോൾ വളവുള്ള ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ജർദോസി യൂസ് ചെയ്യുന്നതായിരിക്കും ഭംഗി. അല്ലെങ്കിൽ ആ ഷേപ്പ് നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല. വളവില്ലാത്ത ഭാഗങ്ങളിൽ നമുക്ക് ഇത്തിരി വലുതായിട്ട് കട്ട് ചെയ്ത് ജർദോസി യൂസ് ചെയ്യാം. എന്നുവെച്ചാൽ ഒരുപാട് വലുതായിട്ട് കട്ട് ചെയ്യരുത്. പുതിയ ഒരു ലൂപ്പ് എടുത്തു. അതിലോട്ട് നമ്മൾ ഇതിനിങ്ങനെ തട്ടിയിടുമ്പോൾ അതതിൻ്റെ ഉള്ളിലോട്ട് പൊക്കോളും. നമുക്കിങ്ങനെ അടുത്ത ലൂപ്പ് കുത്തിയെടുക്കാം. ഇങ്ങനെ നമുക്ക് ഈ ഡിസൈൻ ഫുള്ളും ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ജർദോസി ഗോൾഡൻ കളറും ത്രെഡ് ഒരു ബ്ലൂ കളറുമാണ്. അതുകൊണ്ടാണ് ആ ബ്ലൂ കളർ അതിൻ്റെ ഇടയിൽ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ജർദോസിയുടെ കളർ തന്നെ ത്രെഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യാൻ നേരം എപ്പോഴും തുളിപ്പെന്നുള്ള ഭാഗം നമ്മുടെ ഫേസിലോട്ടാണോ ഇരിക്കുന്നതെന്ന് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ലൂപ്പ് എടുക്കാൻ നേരം നമുക്ക് ലൂപ്പ് കിട്ടത്തില്ല. ആദ്യമൊക്കെ പഠിക്കുമ്പോൾ ഹെവി ഡിസൈൻസ് എടുക്കാതെ ചെറിയ ചെറിയ ഡിസൈൻസ് എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് ചെയ്ത് വരുന്തോറും ഇത്തിരി ഹെവി ആയിട്ടുള്ള ഡിസൈൻസ് എടുത്ത് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ ചെയ്ത് കഴിയാനായി. അപ്പോൾ ഈ ഒരു ഇതോടുകൂടി നമ്മുടെ ഈ സ്റ്റിച്ച് കംപ്ലീറ്റ് ആവാനായി. കെട്ടിട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. കെട്ടിട്ട് കഴിയുമ്പോൾ ഈ ലൂപ്പ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടാകും. അത് നമ്മുടെ നീഡിലിനെ അടിയിൽ കൂടി എടുത്ത് നമ്മൾ അത് താഴോട്ട് വലിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ആരി വിത്ത് ജർദോസി വർക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സീക്വൻസോ സ്റ്റോൺസോ ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ഒരു ലെയറും കൂടി ചെറുതായിട്ട് വരച്ചിട്ട് നമുക്ക് ഈ ജർദോസി വർക്ക് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നമ്മുടെ കിട്ടിടുന്നതിൻ്റെയും ബേസിക് ചെയിൻ സ്റ്റിച്ചിൻ്റെയും വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിനായി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ബൈ.